السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين بهم أما بعد. حقائق عن التصوف ക്ലാസ് 4 24/3/2020. نشأة علم التصوف. തസവ്വുഫ് എന്ന വിജ്ഞാനശാഖയുടെ ഉത്ഭവം. يقول الدكتور أحمد علوش തസവ്വുഫിന് വേണ്ടി ധാരാളം എഴുതുകയും അതിനെതിരെയുള്ള വികലമായ ആശയങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾക്കെതിരെ മറുപടി പറയുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് പാശ്ചാത്യരിലേക്ക് വരെ അത് എത്തിക്കുകയും ചെയ്ത ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭ്യമല്ല. നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു മാഗസിനുള്ളതാണ്. ആ മാഗസിനിന്റെ അഡ്മിനിസ്ട്രേറ്റർ ബോർഡിൽ അദ്ദേഹത്തിന്റെ പേര് കാണുന്നുണ്ട്. ആ പേരിൽ അവിടെ അഹ്മദ് അൽവൈഷ് എന്നുള്ളത് അയിന് പകരം വാങ്ങിയിട്ടാണ് കണ്ടത്. അഹ്മദ് അൽവൈഷ് എന്നുള്ളത് 1930കളിൽ വരെ അദ്ദേഹം സജീവമായി ഈ രംഗത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അഹ്മദ് അൽവൈഷിനുള്ള മറുപടികളുമായി വരുന്ന ഒരു വഹാബി പണ്ഡിതനെ കുറിച്ച് വായിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം അത് 1930 ഇറങ്ങിയ ഒരു പുസ്തകത്തെ കുറിച്ചായിരുന്നു. 30-33 ഭാഗത്തിലേക്ക് നമ്മളീ പറയുന്ന ഈ മാഗസിൻ ഇപ്പോൾ ഇവിടെ പറയുന്ന ഈ ഭാഗം 1376 അഥവാ 1950കളുടെ തുടക്കത്തിൽ നടത്താം. 52-53. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ സജീവമായിട്ടുള്ളവരാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും വിവരങ്ങൾ കിട്ടുന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഈ മാഗസിനിലൂടെ പറയുന്നത് അൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു മാഗസിൻ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടോ എന്നറിയില്ല. വളരെ മുമ്പ് തന്നെ ഇറങ്ങിയിരുന്ന അതിൻ്റെ 1375 ദിൽഖാദയിൽ ഇറങ്ങിയ ഒരു മാഗസിൻ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ 1376 ഇറങ്ങിയ ഈ ഒരു മാഗസിൻ്റെ പുറം സെറ്റുണ്ട്, ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും ഈ മാഗസിനിലുടനീളം എല്ലാ മാഗസിനുകളുടെയൊക്കെ പുറംചട്ടകൾ പിന്നീടും കാണാൻ പറ്റിയിട്ടുണ്ട്. നെറ്റുകളിലൂടെയും അതിൻ്റെ ഫേസ്ബുക്ക് പേജുകളിലൂടെയൊക്കെ. തസവ്വുഫിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ മാഗസിൻ്റെ പ്രധാനമായ ലക്ഷ്യം കണ്ടത്. പ്രത്യേകിച്ച് അൽ അശീറത്തുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സംഘടന. അൽ അശീറത്തുൽ മുഹമ്മദിയ്യ എന്നാണ് ആ സംഘടനയുടെ പേര് പെട്ടത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അശീറത്തുൽ മുഹമ്മദിയ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ രൂപം ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിൽപ്പെട്ടതാണ് തസവ്വുഫ്. വഹാബികളുടെ അതിപ്രസരം മൂലം കുറേ കാര്യങ്ങളിൽ നമ്മൾ സ്ഥിരമായി ചെയ്തു വരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗമായ പല കാര്യങ്ങളിലും തസവ്വുഫ് പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുകയും അത് വിദഗ്ധത്താണെന്ന് പറയുകയും ചെയ്യുന്ന രംഗങ്ങളുണ്ട്. അതിനെയും എതിർക്കണം. അതോടൊപ്പം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഇല്ലാത്ത, ദീനിലില്ലാത്ത കുറേ കാര്യങ്ങൾ കടത്തിക്കൂട്ടി സാമ്പത്തികമായി ജനതയെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ കള്ള തരീഖത്തുകാര്, കള്ള തസവ്വുഫുകാര്, ദീനിലെ അനുഷ്ഠാനങ്ങളെയും അതുപോലെ മറ്റു കാര്യങ്ങളെയൊക്കെ ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറഞ്ഞ് അവർക്ക് നേരിട്ട് വഹി കിട്ടുന്നത് പോലെയുള്ള സംസാരം
സംസ്കാരങ്ങളുള്ളവർ, പിന്നെ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരെ എതിർക്കുകയും ചെയ്യണം. ഇങ്ങനെ ഇസ്ലാമിൻ്റെ തനതായ രീതി നേരെ വഹാബിസത്തിലേക്ക് അങ്ങോട്ട് പോയി എല്ലാത്തിനെയും തള്ളുകയോ അല്ലെങ്കിൽ ഇങ്ങോട്ട് എല്ലാത്തിനെയും എല്ലാ സൂപ്പർസ്റ്റീഷ്യസിനെയും അംഗീകരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതിലില്ലാത്ത രണ്ടിൻ്റെയും മധ്യനിലയിലുള്ള യഥാർത്ഥ തസ്വൂഫിനെ അവർ അംഗീകരിക്കുക. യഥാർത്ഥ അഹ്ലുസുന്നത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് അൽ-അശീറത്തുൽ മുഹമ്മദിയ്യ വന്നത്. അതിലെ നമ്മുടെ ഈ അൽ മുസ്ലിം എന്നുള്ള അതിൻ്റെ അൽ-അശീറത്തുൽ മുഹമ്മദിയ്യയുടെയും അതോടൊപ്പം അതിൻ്റെ മാഗസിനായ അൽ മുസ്ലിമിൻ്റെയൊക്കെ പ്രധാന സ്ഥാപകൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന കണ്ണിയായിട്ട് അതിൻ്റെ കണ്ണിയല്ല അതിൻ്റെ എല്ലാവിധ നേതൃത്വവും എടുത്തിരുന്നത് സക്കി ഇബ്രാഹിം എന്നവരായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നത് 2008 ജൂലൈ 10-നാണ്. സക്കി ഇബ്രാഹിം. അപ്പോൾ സക്കി ഇബ്രാഹിമിൻ്റെ മുസ്ലിം എന്ന് പറയുന്ന അൽ മുസ്ലിം എന്ന് പറയുന്ന മാഗസിൻ അല്ലെങ്കിൽ അൽ-അശീറത്തുൽ മുഹമ്മദിയ്യ ഇറക്കുന്ന അൽ മുസ്ലിം എന്ന മാഗസിനിലൂടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഹ്മദ് അൽവഷ് പറയുന്നത് ഇവിടെ പ്രസക്തമാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഈ പദം തുടരുന്നത് തന്നെ. قد يتساءل الكثيرون عن السبب في عدم انتشار الدعوة إلى التصوف في صدر الإسلام. قد يتساءل الكثيرون ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പരസ്പരം ചോദിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട്. അനി സബബ് കാരണത്തെക്കുറിച്ച് ചോദിക്കുന്നു. ഫി അദമി ഇന്തിശാരി ദഅവതി ഇല തസവ്വുഫ്, തസവ്വുഫിലേക്കുള്ള പ്രബോധനം വ്യാപകമാകാത്തതിൻ്റെ കാരണം ഫീ സദറിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആരംഭകാലത്താണ്. ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബഈങ്ങളുടെ കാലത്തോ തസവ്വുഫിലേക്ക് വരൂ, നിങ്ങൾ തസവ്വുഫ് പഠിക്കുക, നിങ്ങൾ തസവ്വുഫ് ജീവിതത്തിൽ പകർത്തുക എന്നുള്ള രീതിയിൽ നിങ്ങൾ സൂഫികളാവുക, മുതസവ്വിഫാവുക എന്നുള്ള രീതിയിലുള്ള പ്രചരണമോ പ്രബോധനമോ നടന്നിട്ടുള്ളല്ലോ അത്ര വ്യാപകമായിട്ടുണ്ട്. ആ കാലത്ത് നിന്ന് തസവ്വുഫ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നില്ലല്ലോ. അതിൻ്റെ കാരണം എന്താണെന്ന് പല ആളുകൾ ചോദിക്കുന്നു. പിന്നെ ഈ തസവ്വുഫിലേക്കുള്ള പ്രബോധനം പ്രകടമായില്ല, വന്നിട്ടില്ല, പുറത്തു വന്നില്ല. ഇല്ല ബഅദ അഹ്ദി സ്വഹാബത്തി വത്താബഈൻ, താബഈങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലങ്ങൾക്ക് ശേഷമല്ലാതെ വന്നിട്ടില്ല. അഥവാ താബഈങ്ങളുടെയും സഹാബത്തിൻ്റെയും ശേഷം മാത്രമാണല്ലോ തസവ്വുഫ് എന്ന് പറയുന്ന ഒരു സംഗതി വരികയും അതിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തത്. അതിൻ്റെ കാരണം എന്താ? വൽജവാബു അൻ ഹാദാ, ഇതിനെക്കുറിച്ചുള്ള ഉത്തരം ഇന്നഹു ലം യകുൻ മിൻ ഹാജത്തിൻ ഇലൈഹാ ഫിൽ അസ്ലിൽ അവ്വൽ, ആദ്യ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇന്നഹു തീർച്ചയായും കാര്യം ലം യകുൻ മിൻ ഹാജ, ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇലൈഹ തസവ്വുഫിലേക്കുള്ള ദഅവത്തിന്. ഫിൽ അസ്രിൽ അവ്വലി, ആദ്യ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹിയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ താബഈങ്ങളുടെ കാലത്തോ അത്തരം ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ ആദ്യ കാലത്തുള്ള ആളുകൾ അവർ തഖ്വയുടെയും സൂക്ഷ്മതയുടെയും ആളുകളായിരുന്നു, ദൈവഭക്തിയുടെയും സൂക്ഷ്മതയുടെയും ആളുകളായിരുന്നു. മുജാഹദ, അവരെ മുജാഹദത്തിന്റെ ആളുകളായിരുന്നു. മുജാഹദ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ശരീരത്തെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനുള്ള അതീവ പ്രയത്നം, അതാണ് മുജാഹദ എന്ന് പറയുന്നത്. അവർ ഇബാദത്തിലേക്ക് മുന്നിട്ട് വരുന്നവരായിരുന്നു, മുന്നിട്ട് വരുന്നതിൻ്റെ ആളുകളായിരുന്നു. എങ്ങനെ പ്രകൃതിയാ തന്നെ സ്വമേധയാ തന്നെ
അവരെ പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞ് അവരെ അതിലേക്ക് ഇങ്ങനെ അടുപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നില്ല. അവർ സ്വമേധയ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അള്ളാഹുവിന്റെ തഖ്വയിൽ ഉണ്ടാകാൻ വേണ്ടി, അള്ളാഹുവിന്റെ താഅത്തിനായി ചിന്തിക്കാൻ വേണ്ടി, അവന് എതിരി പ്രവർത്തിക്കാതെ അവന്റെ മനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശരീരത്തെ സർവ്വതാ അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യുകയും അങ്ങനെ വിവാദത്തിലേക്ക് സർവാത്മന മുന്നോട്ട് വരികയും ചെയ്യുന്നൊരവസ്ഥ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അവരെ സർവാത്മന വരികയും ചെയ്യും. മാത്രമല്ല എന്നതുകൊണ്ട് തങ്ങളുമായി അവർ വളരെ അടുത്ത, അവരുമായുള്ള ബന്ധം വളരെ അടുത്താണ് എന്നുള്ള നിലക്കും അവര് ആ ഇബാദത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമീപന ബന്ധം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള ആ സമീപനം, ആ ബന്ധം അത് വളരെ അടുത്താണ്, പഠിച്ചുണ്ടായിട്ടുണ്ട്. അക്കാരണത്താൽ അപ്പോൾ അവർ അവർ അഹമഹമിക മുന്നോട്ട് വരും. അവർ മത്സരബുദ്ധിയ മുന്നോട്ട് വരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ വേണ്ടി, അവരെ അനുകരിച്ച് അനുധാവനം ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കും. ഈ കാര്യങ്ങളിലെല്ലാം തഖ്വയിലാവട്ടെ, വറയിലാവട്ടെ, ഇബാദത്തിലാവട്ടെ, എല്ലാ കാര്യത്തിലും ഫലം സമ്മ മായതില്ല തൽഖീനിഹിം ഇൽമ. ഫലം സമ്മ, അപ്പോൾ അവിടെ ഇല്ല, മായതു ആവശ്യമായി വരുന്നതില്ല. ഇല തൽഖീനിഹിം, അവരെ ചൊല്ലി പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാകുന്നില്ല. ഇൽമൻ, ഒരു ഇൽമ് എന്നുള്ള നിലയ്ക്ക് ഒരു ഇൽമാണ്. ഒരു പ്രത്യേകമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവരെ പറഞ്ഞു പഠിപ്പിച്ച് അതിനുവേണ്ടി അവരെ പ്രയത്നിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഇൽമിന്റെ ലക്ഷ്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇൽമ് എല്ലാം നമ്മുടെ ലക്ഷ്യം. ഇൽമിലൂടെ കരഗതമാക്കുന്ന കാര്യമാണ് ലക്ഷ്യം. അപ്പൊ ആ കരഗതമാക്കി എടുക്കുന്ന, അതിലൂടെ ലഭിക്കേണ്ട കാര്യം അവരിൽ ആൾറെഡി ആദ്യമേ ഉണ്ട് എങ്കിൽ, സ്വമേധയാ ഉണ്ട് എങ്കിൽ പിന്നെ ഈ ഇൽമ് കൊടുത്തിട്ട് അതുണ്ടാക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പറയും. അവർ സത്യത്തിൽ യഥാർത്ഥത്തിൽ പ്രാവർത്തികമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിലേക്ക് അവരെ വഴി നടത്തുന്ന ഒരു ഇൽമിനെ അവർക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു വിജ്ഞാനത്തെ അവർക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ അവരനുഷ്ഠിച്ചു കൊണ്ടിരിക്കേണ്ട ഇല്ല. അമ്മിൻ, ഒരു കാര്യത്തിൽ ഹും ഖായിമൂന ബിഹി, അവരത് നിലനിർത്തിപ്പോരുന്നുണ്ട്. ഫഇലൻ, പ്രാവർത്തികമായി, യാഥാർത്ഥ്യമായി, യഥാർത്ഥത്തിൽ. വഇന്നമാ മസലുഹും, അവരുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫീ ദാലിക, അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ, അവരുടെ അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫില്ലിഹി കമസലിൽ അറബിയിൽ ഖുഹ്, ഒരു തനി അറബിയെ പോലെ, തനിച്ച അറബി എന്ന് പറഞ്ഞാൽ ഖുഹ് എന്ന് പറഞ്ഞാൽ അസീൽ, ഖാലിസ് എന്നൊക്കെ അർത്ഥം. തനിച്ച, അടിസ്ഥാനപരമായി, അഥവാ പഠിക്കാതെ, വേറൊന്നും പഠിക്കാതെ സ്വയമേ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു അറബിയെ പോലെയാണ്. യഅരിഫുൽ അറബിയ, ആ അറബിക്ക് അറബി ഭാഷ അറിയും. ഇത്തവാരത്തെ, പരമ്പരാഗതമായി, കാതുരൻ, വാപ്പാന്റെ വല്യപ്പാന്റെ അങ്ങനെ കാരണവന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ വാപ്പ വല്യപ്പമാരിലൂടെ ആയിട്ട് അവർക്ക് അനന്തരമായി ആ അറബി ഭാഷ അവൻ പഠിച്ചിട്ടുണ്ട്. അവന് കോളേജിലോ സ്കൂളിലോ മദ്രസയിലോ പോയിട്ടല്ല പഠിച്ചത്. അനന്തരമായി അവനതിങ്ങനെ പഠിച്ചു വന്നു. ഇത്രത്തോളം അവൻ വളരെ സാഹിത്യ സമ്പൂർണമായ, സമ്പുഷ്ടമായിട്ടുള്ള കവിതകൾ രചിക്കും. ബിസ്സലീഫത്തി വൽ ഫിത്ര, ബിസ്സലീഫ സ്വമേധയാ,
എന്ന് പറഞ്ഞാൽ മിൻ ഗൈരി തഅല്ലുമിൻ, സലീഖത്ത് എന്ന് പറഞ്ഞാൽ മിൻ ഗൈരി, പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവനിൽ ഉണ്ടായിത്തീരുന്ന കാര്യം. വൽഫിത്ര, പ്രകൃതിയ സ്വമേധയ അവൻ നല്ല സാഹിത്യ സമ്പുഷ്ടമായ കവിതകൾ രചിക്കാൻ കഴിയും. അവൻ ആ ഭാഷ ഉടന്ന് പഠിച്ചു, അവൻ പരമ്പരാഗതമായി അവനിൽ ഇങ്ങനെ വന്നു ചേർന്ന ഭാഷയാണത്. ദൂന അയ്യാരിഫ് ശൈഅൻ മിൻ ഖവാഇദിൽ ലുഗത്തി, അവന് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭാഷയുടെ ഗ്രാമർ, അതിൻ്റെ നിയമങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അവന് ഫായില്, മഫ്ഊല്, ഫഇല്, വസ്നുകൾ, മാളി, മുളാരി ഒന്നും അറിയില്ല. അതൊക്കെ ചോദിച്ചാൽ അവരൊന്നും അറിയില്ല. പക്ഷെ അവനൊക്കെ പറയുന്നത് വളരെ കറക്റ്റായിരിക്കും, കൃത്യമായിരിക്കും. വലിയ ഏറാബി, നസ്ബ്, ജർ, ഏറാബുകളെ കുറിച്ച് അവനറിയില്ല. വന്നവന് കവിതാ ശാസ്ത്രത്തെക്കുറിച്ച്, കവിതകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച്, വൽക്കറിയിലെ കവിത രചിക്കേണ്ട രീതിയെക്കുറിച്ച് ഒന്നും അവനറിയില്ല. അങ്ങനെയുള്ള ആള് സ്വമേധയ പ്രകൃതിപരമായി സ്പോണ്ടാനിയസ് ആയിട്ട് നല്ല സമ്പുഷ്ടമായ, സാഹിത്യ സമ്പുഷ്ടമായ കവിതകൾ രചിക്കാൻ അവന് കഴിയുന്നുണ്ട്. അതുപോലെയാണ് കാലത്തെ ആളുകൾ. അവർക്ക് പ്രത്യേകമായി ഇതിനെക്കുറിച്ചുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് നല്ല ഭാഷ, നല്ല തഖ്വയും വറവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പണ്ട് ജാഹിലിയ്യ കാലത്തുള്ള അറബികൾക്കൊക്കെ അവരൊന്നും നല്ല നല്ല കവിതകൾ രചിക്കുമായിരുന്നു. അവർക്കൊന്നും അറൂദയെ കുറിച്ച്, കാഫിയത്തിനെ കുറിച്ചൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ അവരൊക്കെ ചെയ്യുമായിരുന്നു. ഫമിസ്ലു ഹാദ, അപ്പം ഇപ്രകാരം ഈ അറബി അൽ ഖുഫ്ഷിനെ പോലെ ലാ യൽസിമുഹു അൻ യതഅല്ലം, ഫമിസ്ലു അങ്ങനെ പോലെയുള്ള ഈ അറബിയെ പോലെയുള്ളവർക്ക് ലാ യൽസിമുഹു, അവർക്ക് നിർബന്ധമില്ല അൻ യതഅല്ലമ നഹ്വ വ ദുറൂസുൽ ബലാഗ, നഹ്വ് ഗ്രാമർ പഠിക്കൽ ആവശ്യമായിട്ട് വരുന്നില്ല. വ ദുറൂസുൽ ബലാഗ, സാഹിത്യ പാഠങ്ങൾ പഠിക്കേണ്ട ആവശ്യവും അവർക്ക് വരുന്നില്ല. അതൊക്കെ അവർക്ക് ആൾറെഡി സർവാത്മന അവർക്ക് ലഭിച്ചു കഴിഞ്ഞു, സ്വമേധയ അവർക്ക് ലഭിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് പഠിച്ചെടുക്കേണ്ടതില്ല. വലാകിൻ, പക്ഷേ ഇൽമുൻ നഹ്വി വ ഖവാഇദുൽ ലുഗ വശ്ശഅർ തുസ്ബിഹു ലാസിമതൻ വ ദറൂരിയതൻ ഇൻദ തഫശ്ശിൽ ലഹ്ൻ. പക്ഷേ നഹ്വിൻ്റെ ഇൽമ് അഥവാ നഹ്വ്, അറബി ഗ്രാമർ, അറബി വ്യാകരണ ശാസ്ത്രം, ഖവാഇദുൽ ലുഗ, അറബിയിലെ മറ്റു നിയമങ്ങളൊക്കെ, ഭാഷാ നിയമങ്ങളൊക്കെ, വശഅർ, കവിതയുടെ ഭാഷകളൊക്കെ, നിയമങ്ങളൊക്കെ, തുസ്ബിഹു ലാസിമതൻ വ ദറൂരിയ, നിർബന്ധമാകുന്നു, വ ദറൂരിയതൻ, അത്യാവശ്യമായി തീരുന്നു. ആ വിജ്ഞാന ശാഖകളും ശാസ്ത്രങ്ങളുമൊക്കെ ആവശ്യവും അത്യാവശ്യവുമായി തീരുന്നു. തെറ്റുകൾ വ്യാപകമാകുന്നു. ഭാഷകളിലുള്ള തെറ്റുകൾ വളരെ വ്യാപകമായി പോകുമ്പോൾ അപ്പോൾ അതിന് കടിഞ്ഞാണിടാൻ ഈ ഗ്രാമറുകളൊക്കെ പഠിക്കേണ്ടി വരും. അല്ലാതെ വളരെ സുന്ദരമായ രീതിയിൽ, സ്ഫുടമായ രീതിയിൽ ഒരു തെറ്റും കൂടാതെ ഒരാൾക്ക് ഭാഷ സംസാരിക്കാൻ കഴിയുന്നുവെങ്കിൽ പിന്നെ അയാൾക്ക് ഗ്രാമർ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊന്നും അറിയാത്തിടത്താണ് ഗ്രാമർ പഠിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നത്. ആഖ്യാനത്തിലുണ്ടാകുന്ന ബലഹീനതകൾ, വാക്കുകൾ പറഞ്ഞ് കെട്ടിക്കൂട്ടി പറഞ്ഞുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ അനുയോജ്യമല്ലാതെ വരുന്നൊരവസ്ഥ ഉണ്ടാവുക, അതാണ് താബീർ. ആഖ്യാനങ്ങളിലുണ്ടാകുന്ന ബലഹീനതകൾ അതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുമ്പോൾ നഹ്വും ഗ്രാമറും നിയമങ്ങളുമൊക്കെ, ഭാഷാ നിയമങ്ങളുമൊക്കെ പഠിക്കൽ അത്യാവശ്യമായി തീരും. അല്ലെങ്കിൽ ഭാഷാ നിയമങ്ങൾ പഠിക്കൽ അത്യാവശ്യമായി തീരുന്നത് ആർക്കാണ്? ഔലിമൻ യുരീദു മിനൽ അജാനിബ്, അന്യഭാഷ സംസാരിക്കുന്ന ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അന്യതഫഹമഹ, ഈ അറബി ഭാഷ മനസ്സിലാക്കാൻ. അറബി ഭാഷ മനസ്സിലാക്കാൻ അന്യഭാഷയിലുള്ള അന്യഭാഷ സംസാരിക്കുന്ന ആൾക്ക് അത് ആവശ്യമായി വരുമ്പോൾ വേതഅറഫ അലൈഹ, അത് മനസ്സിലാക്കിയെടുക്കാൻ, അത് അറിയാൻ അവൻ ആവശ്യമായിട്ട് വരുമ്പോൾ അപ്പോൾ എന്തുണ്ടാവും? അപ്പം ഈ ഗ്രാമർ പഠിക്കണം. അല്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ടി വരുന്ന സാമൂഹികമായ അത്യാവശ്യങ്ങളിൽപ്പെട്ട ഒരു അത്യാവശ്യമായി ഈ ഇൽമ മാറുമ്പോൾ, ചില ഇൽമുകൾ തുടക്കത്തിൽ അങ്ങനെ ആയിത്തീർന്ന് പിന്നീട് എല്ലാവരും പഠിക്കൽ അത്യാവശ്യമായ
ഒരു ആവശ്യ ഘടകമായി അത് മാറി വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ എല്ലാവരും പഠിക്കേണ്ടി വരും. ഇത് കബഖിയത്തുൽ ഉലൂമില്ല ഉലൂം التي نشأت وتألفت على توالي العصور في أوقاتها المناسبة. അതേതുപോലെ ബഖിയത്തുൽ ഉലൂം മറ്റു ഇൽമുകളെ പോലെ തന്നെ മറ്റു വിജ്ഞാന ശാഖകളെ പോലെ തന്നെ التي نشأت അത് ഉയർക്കൊണ്ടിരിക്കുന്നു. വതഅല്ലഫത്ത് അതിന് രൂപം നൽകിയിരിക്കുന്നു. തഅല്ലഫ തശക്കല അലാ തവാലിൽ ഉസൂർ കാലങ്ങളുടെ തുടർച്ചയിലൂടെ ഫി ഔഖാത്തിഹ കാലങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അത് രൂപം കൊള്ളുകയും അത് ഉയർത്തെഴുന്നേൽക്കുകയും രൂപം കൊള്ളുകയും ചെയ്തു. എപ്പോഴാണത്? ഫി ഔഖാത്തിഹ അൽ മുനാസബ അതിന് അനുയോജ്യമായ സമയങ്ങളിൽ അത് രൂപം കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഇൽമുകളെ പോലെ തന്നെ മറ്റു അവശേഷിക്കുന്ന ഇൽമുകളെ പോലെ തന്നെ ഇൽമുൻ നഹ്വും അത് ഇങ്ങനെ തന്നെ ആവശ്യമായ സന്ദർഭങ്ങൾ ഉണ്ടാകും. അപ്പോ അതുപോലെ തന്നെയാണ് ഇൽമു തസവ്വുഫും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഈ ഒരു ഇൽമിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഈ ഇൽമ കൊണ്ട് എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശം അവരിൽ സ്വമേധയാ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് ഈ ഇൽമിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ഇൽമിനെ കുറിച്ച് പ്രത്യേകമായ സംസാരം ഉണ്ടായിരുന്നില്ല. ഫസ്സഹാബത്തു വത്താബിഊൻ അപ്പൊ സഹാബത്തും താബിഈങ്ങളും വഇല്ലം യസ്തസിമു ബിസ്മിൽ മുതസവ്വിഫീൻ അവർക്ക് മുതസവ്വിഫ് എന്നുള്ള പേരിൽ എന്ന പേര് കൊണ്ട് അവർ പേര് വെക്കപ്പെട്ടിട്ടില്ലെങ്കിലും അങ്ങനെ അവർ പ്രസിദ്ധരായിട്ടില്ലെങ്കിലും കാനൂ സൂഫിയീൻ ഫിഅലൻ അവര് യഥാർത്ഥത്തിൽ സൂഫികൾ തന്നെയായിരുന്നു. വഇല്ലം യകൂനൂ കദാലിക ഇസ്മൻ അങ്ങനെ അവർക്ക് പേരില്ലെങ്കിൽ തന്നെയും സൂഫി എന്നവർക്ക് പേരില്ല, മുതസവ്വിഫ് എന്നവർ പേര് വെക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തന്നെ സൂഫികൾ തന്നെയായിരുന്നു അവർ. സൂഫികൾ എന്ന് ആർക്കാണോ പറയുന്നത്, ആ വിശേഷണം ആർക്കാണോ നമ്മൾ ചാർത്തിക്കൊടുക്കുന്നത്, അവരിലുണ്ടാകുന്ന ഗുണങ്ങളും മേന്മകളും എന്താണോ അതൊക്കെ സഹാബത്തിലുണ്ടായിരുന്നു. വമാദാ യുറാദു ബിത്തസവ്വുഫ് തസവ്വുഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അക്സറ മിൻ അൻ യഈശൽ മർഉ ലിറബ്ബിഹി ലാ ലിനഫ്സിഹി തസവ്വുഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത്? അക്സറ മിൻ അൻ യഈശൽ മർഉ ലിറബ്ബിഹി ഒരു മനുഷ്യൻ തന്റെ റബ്ബിന് വേണ്ടി ജീവിക്കുക എന്നതിലപ്പുറം ലാ ലിനഫ്സിഹി തനിക്ക് വേണ്ടിയല്ല തന്റെ റബ്ബിന് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത് എന്നതിലപ്പുറം തസവ്വുഫ് കൊണ്ട് പിന്നെന്താണ് വിവക്ഷ? ويتحلى بالزهد وملازمة العبودية ഭൗതിക പരിത്യാഗവും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ആരാധനാ നിമഗ്നതയുമല്ലാതെ അത് പരിത്യാഗവും ആരാധനാ നിമഗ്നതയുമായി അവര് ആ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുക. യതഹല്ല എന്ന് പറഞ്ഞാൽ ആ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് ആഭരണമണിയുക എന്നാണ് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ ഭാഗമാക്കി ആ വിശേഷണത്തിന്റെ ഉടമകളായി തീരുക. അങ്ങനെ ഉടമകളായി തീരുക എന്നതിലപ്പുറം പിന്നെന്താണ് തസവ്വുഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതോടൊപ്പം തന്നെ വൽ ഇഖ്ബാൽ അലല്ലാഹി ബിർറൂഹി വൽ ഖൽബ് ഫീ ജമീഇൽ ഔഖാത്ത് വൽ ഇഖ്ബാൽ അലല്ലാഹ് അല്ലാഹുവിലേക്ക് മുന്നിട്ട് വരിക ബിർറൂഹ് ആത്മാവ് കൊണ്ടും വൽ ഖൽബ് ഹൃദയം കൊണ്ടും ഫീ ജമീഇൽ ഔഖാത്ത് എല്ലാ സമയങ്ങളിലും ഖൽബുമായും റൂഹുമായും അല്ലാഹുവിലേക്ക് മുന്നിട്ട് വരികയും ഇബാദത്തിൽ അല്ലാഹുവിനോടുള്ള ആരാധനയിൽ നിമഗ്നനായി സ്ഥിരമായി ആ ആരാധനയുമായി കഴിഞ്ഞുകൂടുകയും അള്ളാഹുവിന് വേണ്ടി ഭൗതിക കാര്യങ്ങളിൽ വിരക്തനായി തീരുകയും ചെയ്യുക. എന്നിട്ട് സ്വന്തത്തിന് വേണ്ടിയല്ലാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക. അത് മാത്രമാണ്, അതിലപ്പുറം മറ്റൊന്നുമല്ലല്ലോ തസവ്വുഫ്. അതായിരുന്നു സഹാബത്ത്. വസായിരിൽ കമാലാത്ത് അല്ലത്തി വസല ബിഹ സഹാബത്ത് വത്താബിഊൻ എല്ലാ പൂർണ്ണതകളും പൂർണ്ണ സ്വഭാവങ്ങളും ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ പൂർണ്ണ സ്വഭാവങ്ങളും
അല്ലത്തി വസല ബിഹ, ആ പൂർണ്ണമായ സ്വഭാവ ഗുണങ്ങൾ കാരണം എത്തി അസ്സഹാബത്തു, സഹാബത്തും വത്താബിഊന, താബിഈങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ മിൻ ഹൈസ് റുഖിയ്യുർ റൂഹി, റൂഹിയായ ആത്മീയമായിട്ടുള്ള ഉന്നതി, ഇല അസ്മദ് ദറജാത്ത്, ഏറ്റവും ഉയർന്ന ദരജകളിലേക്ക് അവരെത്തി. ആത്മീയമായ ഉന്നതിയിൽ ഏറ്റവും ഉന്നതമായ ദരജയിലേക്ക് എത്തി. ആ എത്താനും അവർക്ക് അവരെ സഹായിച്ചിട്ടുള്ള പൂർണ്ണതയുടെ സവിശേഷ ഗുണങ്ങൾ എല്ലാം ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് തസവ്വുഫ്. ഫഹും, അപ്പോ സഹാബത്തും താബിഈങ്ങളും ലം യക്തഫൂ ബിൽ ഇഖ്റാരി ഫീ അഖായിദിൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമായി പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിൽ മാത്രം മതിയാക്കിയില്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക തുടങ്ങിയിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ അത് അംഗീകരിക്കലോടുകൂടി ഈമാനായി. അവിടെ നിർത്തിയില്ല. വൽഖിയാം ബിഫുറൂദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫർളുകൾ, ഇസ്ലാമിൽ നിർബന്ധമാക്കിയ കാര്യങ്ങൾ നിർവഹിക്കുക, അവിടെയും അവർ നിർത്തിയില്ല. ബൽ, പക്ഷേ അവർ നിർത്താതെ പിന്നെ മുന്നോട്ട് വന്നത് എങ്ങനെയാണ്? ഖറനു അൽ ഇഖ്റാറ ബിത്തദവ്വുഖി വൽ വിജ്ദാൻ, ആ അംഗീകാരത്തിനോട് അവരെ ചേർത്തു വെച്ചു. ബിത്തദവ്വുഖി, അതിനെ രുചിച്ചറിയുക, വൽ വിജ്ദാൻ, അതിനെ അനുഭവിച്ചറിയുക. ഈ വിശ്വാസത്തെ അനുഭവിച്ചറിയുക എന്നുള്ളത് അതിനോട് അവർ ചേർത്ത് വെച്ചു, അതിനോട് അന്വരിപ്പിച്ചു എന്ന് പറഞ്ഞു. വസാദു അലൽ ഫുറൂദ്, നിർബന്ധമായ കാര്യങ്ങളെക്കാൾ അവർ വർദ്ധിപ്പിച്ചു, അവർക്ക് പുറമെ അവർ വർദ്ധിപ്പിച്ചു. അൽ ഇത്തിയാന ബികുല്ലി മസ്തഹബ്ബഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക, നബിക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവനും കൊണ്ടുവരിക, നബി സുന്നത്താക്കി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക, ഫർദിന് പുറമെ. ഏത് മിൻ നവാഫിലിൽ ഇബാദത്ത്, സുന്നത്തായ ഇബാദത്തുകൾ അത് മുഴുവനും അവർ കൊണ്ടുവന്നു. വബ്തഅദു അനിൽ മക്റൂഹാത്ത്, അവർ കറാഹത്തായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിന്നു. കറാഹത്തായ കാര്യങ്ങൾ ഒന്നുമേ അവർ ചെയ്തില്ല. ഫളൻ അനിൽ മുഹറമാത്ത്, എന്നിട്ടല്ലേ മുഹറമാത്ത്, അഥവാ മുഹറമാത്ത് എന്തായാലും അവർ, ഹറാമായ കാര്യങ്ങൾ എന്തായാലും അവർ അതിൽ നിന്ന് അകന്നു നിന്നു. മുഹറമാത്തിൽ മാത്രം നിർത്തിയില്ല, ഹറാമായ കാര്യങ്ങളിൽ മാത്രം നിർത്തിയില്ല, പിന്നെയോ കറാഹത്തായ കാര്യങ്ങളും അവർ ചെയ്തില്ല, അതിൽ നിന്നും അവർ അകന്നു നിന്നു. ഹത്തസ്തനാറത്ത് ബസായിറുഹും, അങ്ങനെ അവർ അഖായിദിൽ ഈമാനിനെ അനുഭവവേദ്യമാക്കിയപ്പോൾ, ഫർദുകളുടെ കൂടെ സുന്നത്തുകളും ചെയ്തപ്പോൾ, ഹറാമുകളോടൊപ്പം കറാഹത്തിനെയും അവർ ഉപേക്ഷിച്ചപ്പോൾ, സ്തനാറത്ത് ബസായിറുഹും, അവരുടെ ഉൾക്കാഴ്ചയ്ക്ക് പ്രകാശം ലഭിച്ചു. അത് ശോഭനീയമായി തീർന്നു, ശോഭയുള്ളതായി തീർന്നു, പ്രശോഭിതമായി. വതഫജ്ജറത് യനാബിഉൽ ഹിക്മ മിൻ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹിക്മത്തിന്റെ, ദിവ്യയുക്തിയുടെ, ദിവ്യജ്ഞാനത്തിന്റെ യനാബിഉകൾ, അതിന്റെ ഉറവുകൾ പൊട്ടി നിർഗളിക്കാൻ തുടങ്ങി. അതൊക്കെ തഫജ്ജറ എന്ന് പറഞ്ഞാൽ പൊട്ടി ഒലിക്കുക. ആ ഉറവുകളൊക്കെ ഇങ്ങനെ ഒലിച്ചു വരാൻ തുടങ്ങി. വഫാവത്ത് അൽ അസ്റാറു റബ്ബാനിയ്യ അലാ ജവാനിഹിം, അവരുടെ അന്തരംഗങ്ങളിൽ റബ്ബാനിയായ, റബ്ബുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസ്റാറുകൾ, അൽ അസ്റാറു റബ്ബാനിയ്യ, ദിവ്യരഹസ്യങ്ങൾ, ദിവ്യരഹസ്യങ്ങൾ അതിങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. വകദാലിക, അപ്പോഴാണ് ഏത് സഹാബത്തിനുണ്ടായ അനുഭവം അതുപോലെ തന്നെ, അത് തന്നെയാണ് മുത്തസവ്വിഫുകളും സൂഫികളും ഒക്കെ. അവര് അഖീദയിൽ മാത്രം, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നതിലപ്പുറം അത് അനുഭവവേദ്യമാക്കി വിശ്വാസകാര്യങ്ങൾ. അതോടൊപ്പം തന്നെ അവർ സുന്നത്തുകൾ ഫർളുകളോടൊപ്പം തന്നെ നിർവഹിക്കുകയും കറാഹത്തുകളെ മുഹറമാത്തിന്റെ കൂടെ ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവരുടെ അന്തരംഗങ്ങളിൽ ദിവ്യ പ്രകാശം ഉണ്ടാവുകയും
അവിടേക്ക് ദിവ്യജ്ഞാനത്തിൻ്റെ ഹിക്മത്തുകളുടെ ഉറവുകൾ ഒലിക്കുകയും നിർഗളിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ തന്നെയാണ് സൂഫികളും, അങ്ങനെ തന്നെയാണ് സഹാബത്തും. അതുകൊണ്ട് സഹാബികൾ അവർക്ക് സൂഫി എന്ന് പേര് വരികയും അവർ സൂഫികളാണ്. وكذلك പ്രകാരം ഇപ്രകാരം തന്നെയായിരുന്നു താബിഈങ്ങളുടെയും താബിഈകളുടെയും അവസ്ഥ കാര്യം. വഹാദിഹിൽ ഉസൂറു സലാസത്തു, ഈ 3 കാലഘട്ടങ്ങൾ സഹാബത്തിന്റെ താബിഈങ്ങളുടെ താബിഈങ്ങളുടെ ഈ 3 കാലഘട്ടങ്ങൾ കാലത്ത് അസ്ഹാഅസൂരി ഇസ്ലാം, ഇസ്ലാമിക കാലഘട്ടങ്ങളിലെ ഏറ്റവും പ്രശോഭിതമായതായിരുന്നു. വഖൈറഹ, ഏറ്റവും ഉത്തമമായിരുന്നു. അലൽ ഇത്ലാഖ്, ഇത്ലാഖ് എന്ന നിലയ്ക്ക് ഒരു ഉപാധിയും കൂടാതെ. വഖദ് ജാഅ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ടായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖൗലുഹു, റസൂലിന്റെ വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറുൽ ഖുറൂനി ഖർനി ഹാദ, കാലഘട്ടങ്ങളിൽ ഏറ്റവും നല്ല കാലഘട്ടം ഖർനി ഹാദ, എൻ്റെ ഈ കാലഘട്ടമാണ്. വല്ലദീ യലീഹി, പിന്നെ അതിനോട് ചേർന്ന് വരുന്നത്. വല്ലദീ യലീഹി, പിന്നെ അതിനോട് ചേർന്ന് വരുന്നത്. നമ്മൾ സാധാരണ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറയാറുണ്ട്. എൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കാലഘട്ടം. അതിനോട് ചേർന്ന് വരുന്ന, അതിനോട് അടുത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ താബിഈങ്ങളുടേത്, അതിനോടടുത്ത് വരുന്നത് താബിഈങ്ങളുടേത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ദിവസം നമുക്ക് നടത്താം. ഇതിൻ്റെ ബാക്കി ഈ ചാപ്റ്റർ തീർന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് സമയം കുറച്ചപ്പോഴായി. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.